Hi all, welcome to my notebook. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒരു ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ അസിസ്റ്റന്റ് ടു ദ ഫാർമക്കോണസി ഓഫീസർ എന്നാണ് ഇതിന്റെ ഈ എക്സാമിന്റെ പേര്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എക്സാം നടന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, എക്സാം നടന്നത് ജനുവരി 30, 2019 ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിൽ 20 ചോദ്യങ്ങൾ നമുക്ക് GK, റിനേസൻസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ്. സോ അത് നമുക്ക് പഠിക്കണം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. കൊടൈക്കനാൽ എന്ന ഫേമസ് ഹിൽ സ്റ്റേഷൻ എവിടെയാണുള്ളത്? അത് പളനി ഹിൽസിലാണ്. എവിടെയാണ്? പളനി ഹിൽസിലാണ് ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ ഉള്ളത്. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ പല തവണ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത് വന്നിരിക്കുന്ന 1-2 ഓൺലൈൻ എക്സാമിന് തന്നെ ഈ കൊടൈക്കനാൽ ഏത് ഹില്ലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ്? പളനി ഹില്ലാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഇയർ വിച്ച് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ്ഡ് സ്റ്റാമ്പ് ഓഫ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പി സ്വാമികളുടെ സ്റ്റാമ്പ് ഇറക്കിയത്, പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് എന്നാണ്? 30 ഏപ്രിൽ 2014 ആണ്. 30 ഏപ്രിൽ 2014 സ്റ്റാമ്പ് ഇറക്കിയത്. അടുത്ത ചോദ്യം, അദ്വൈത ആശ്രമം അറ്റ് ആലുവ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ആലുവയിലെ അദ്വൈത ആശ്രമം എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? അദ്വൈത ആശ്രമം അറ്റ് ആലുവ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ്? 1913 1913 അദ്വൈത ആശ്രമം ആലുവയിൽ സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത്, ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ഹു ടു ഹിറ്റ് 300 sixes in T20 matches across all tournaments. അപ്പോൾ T20 മാച്ചസ് എല്ലാ ടൂർണമെൻറ്റും വെച്ചിട്ട് ആദ്യമായിട്ട് 300 സിക്സ് ആദ്യമായിട്ട് ക്രോസ് ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? അത് രോഹിത് ശർമ്മയാണ് ആദ്യമായിട്ട് T20 ടൂർണമെൻറ്റ്സിലെ മൊത്തത്തിൽ 300 സിക്സസ് അടിച്ചത് രോഹിത് ശർമ്മ. അടുത്ത ചോദ്യം, ദ 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ് ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ? ഏത് 5-year പ്ലാനിലാണ്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് 14 പ്രധാനപ്പെട്ട ബാങ്കുകൾ അത് ദേശസാൽക്കരിക്കപ്പെട്ടത് അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടത്? ഏത് വർഷം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണത്? അത് 4th പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 4th 5-year പ്ലാനിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ബാങ്ക് എന്നാണല്ലോ, ബാങ്കിനകത്ത് BANK 4 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പം 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ദേശസാൽക്കരണം നടന്നത്. അങ്ങനെ ഓർത്തു വെക്കാം. ഏഷ്യാസ് ലാർജസ്റ്റ് ആർച്ച് ഡാം ഇടുക്കി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? ഇടുക്കി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ്. അത് കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ഇടുക്കി ഡാം എവിടെയാണ്? ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. വിച്ച് റിവർ ഈസ് ഓൾസോ നോൺ ആസ് തലയാർ? തലയാർ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? തലയാർ എന്നറിയപ്പെടുന്നത് ഏത് റിവറാണ്? പാമ്പാർ എന്ന റിവറാണ് തലയാർ എന്ന് അറിയപ്പെടുന്നത്. Who was appointed as the sub-collector of Talasheri to suppress the revolt of പഴശ്ശിരാജ? ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പഴശ്ശി രാജാവിൻ്റെ പഴശ്ശി വിപ്ലവങ്ങളൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തലശ്ശേരിയുടെ സബ് കളക്ടറായിട്ട് നിയമിതനായത് ആരായിരുന്നു? അത് TH ബേബർ ആയിരുന്നു. TH ബേബർ ആണ് സബ് കളക്ടർ ഓഫ് തലശ്ശേരിയായിട്ട് അപ്പോയിൻറ്റഡ് ആയത് പഴശ്ശി രാജാവിൻ്റെ വിപ്ലവമൊക്കെ അടിച്ചമർത്താനായിട്ട്. വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട്? കേരളത്തിൻ്റെ ഏത് ഡിസ്ട്രിക്റ്റാണ് കർണാടകയും തമിഴ്നാടും രണ്ടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്? ഈ ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് നേരത്തെ. വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട്? ഏതാണ്? വയനാടാണ് കറക്റ്റ് ആൻസർ. വയനാട് കർണാടകവുമായിട്ടും തമിഴ്നാടായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്നു. അടുത്തത്, ഹു ഫോട്ട് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഈവിൾസ് A2 and MATU?
A2 ആൻഡ് മാട്ടു അങ്ങനെയുള്ള 2 സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു. അതായത് പണ്ടത്തെ ഓരോ അനാചാരങ്ങളാണ്, ഈ തൊട്ടുകൂടായ്മ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ താഴേക്കിടയിലുള്ള ആളുകൾ അവരെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്ന അങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങൾ നല്ല അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ A2 ആൻഡ് മാട്ടു എന്ന് പറയുന്നതിനൊക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്തത് ആരാണ്? ഇതും പ്രീവിയസ്ലി നേരത്തെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അത് വാഗ്ഭടാനന്ദനാണ് ഈ സോഷ്യൽ ഈവിൾസ് ആയ A2 അതുപോലെ മാട്ടു അതിനെയൊക്കെ എതിർത്തത്. വേൾഡ് വാട്ടർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഇൻ എന്നാണ് ലോക ജലദിനം. വേൾഡ് വാട്ടർ ഡേ, ലോക വാട്ടർ ഡേ എന്ന് പറയുന്നത് 22 മാർച്ചാണ്. എന്നാണ് മാർച്ച് 22-നാണ് ലോക ജലദിനമായി ആചരിക്കുന്നത്. വിച്ച് വാസ് ദ ബർത്ത് പ്ലേസ് ഓഫ് സഹോദരൻ അയ്യപ്പൻ? സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ഏതാണ്? വിച്ച് വാസ് ദ ബർത്ത് പ്ലേസ് ഓഫ് സഹോദരൻ അയ്യപ്പൻ? സഹോദരൻ അയ്യപ്പന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? അത് ചെറായി ആണ്. ചെറായിലാണ് സഹോദരൻ അയ്യപ്പന്റെ ബർത്ത് പ്ലേസ്, ജന്മസ്ഥലം. അടുത്ത ചോദ്യം, ദ നിപ വൈറസ് ഔട്ട് ബ്രേക്ക് ഈസ് ഡിറ്റക്റ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഏത് സ്റ്റേറ്റിലാണ് നിപ വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായത്? നമുക്ക് ആലോചിക്കാതെ തന്നെ പറയാം. നിപ വൈറസിന്റെ ആക്രമണം ഉണ്ടായത് കേരളത്തിലാണ്. ബി, കേരള. അടുത്ത ചോദ്യം, ദ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഈസ് ഡെവലപ്ഡ് ബൈ വിച്ച് IIT? ഏത് IIT ആണ് ഇന്ത്യയുടെ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഡെവലപ്പ് ചെയ്തത്? നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഈസ് ഡെവലപ്ഡ് ബൈ വിച്ച് IIT? IIT ഖരഗ്പൂർ ആണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് റവല്യൂഷണറീസ് വാസ് നോട്ട് ഹാങ്ഡ് ഓൺ ദ ചാർജ് ഓഫ് കക്കോരി കേസ്? ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിപ്ലവകാരികളാണ് കക്കോരി കേസ് പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാത്തത്? അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് അഷഫഖുള്ള, രാം പ്രസാദ് ബിസ്മിൽ, ഭഗത് സിംഗ്, മന്മഥ് ഗുപ്ത എന്നിവരാണ്. ഇതിൽ ഭഗത് സിംഗ് ഒഴികെ ബാക്കി എല്ലാവരും കക്കോരി സിംഗിൽപ്പെട്ടവരാണ്. ഭഗത് സിംഗ് ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത്, അതുപോലെ ലാഹോർ കോൺസ്പിറസി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിലെ ആൻസർ ഭഗത് സിംഗ് ആണ്. ഹൂ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ? ആരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ? ആരാണ്? ഓപ്ഷൻ ഡി, പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആണ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ. Where was the ആസാദ് ഹിന്ദ് ഫൗജ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? എവിടെയാണ് ആസാദ് ഹിന്ദ് ഫൗജ് സ്റ്റാർട്ട് ചെയ്തത്? ആസാദ് ഹിന്ദ് ഫൗജ് സ്റ്റാർട്ട് ചെയ്തത് സിംഗപ്പൂരായിരുന്നു. സിംഗപ്പൂരാണ് ആസാദ് ഹിന്ദ് ഫൗജ് സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് അത് സ്ഥാപിച്ചത്? എല്ലാവരും കമന്റ് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക. 17ാമത്തെ ചോദ്യം, ആസാദ് ഹിന്ദ് ഫൗജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സിംഗപ്പൂരാണ്. അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? അടുത്ത ചോദ്യം, ഹൂ റേസ്ഡ് ദ സ്ലോഗൻ ഇഫ് വി വർക്ക് വി ഷുഡ് ബി ഗോട്ട് പെയ്ഡ്? ഓക്കെ, ജോലി എടുത്താൽ കൂലി കിട്ടണം, അങ്ങനെ സ്ലോഗൻ എടുത്തത് ആരാണ്? ഹൂ റേസ്ഡ് ദ സ്ലോഗൻ ഇഫ് വി വർക്ക് വി ഷുഡ് ബി ഗോട്ട് പെയ്ഡ്? ആരാണ്? അത് ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. അടുത്തത്, ഹൂ വിൻസ് ദ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇൻ ദ 65th നാഷണൽ ഫിലിംസ് അവാർഡ് 2018? ആർക്കാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത്? 2018 ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അത് ലേറ്റ് ശ്രീദേവിക്കാണ്. അടുത്തിടെ അന്തരിച്ച ശ്രീമതി ശ്രീദേവിക്കാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത് 65th നാഷണൽ ഫിലിം അവാർഡിൽ. ഇനി, ഡ്യൂറിംഗ് വിച്ച് പീരീഡ് മഹാത്മാ ടൈറ്റിൽ ഈസ് ഗിവൺ ബിഫോർ ദ നെയിം ഓഫ് ഗാന്ധിജി? ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ഒരു ടൈറ്റിൽ അദ്ദേഹത്തെ വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. അത് ഏത് സമയത്ത്? ഡ്യൂറിംഗ് വിച്ച് പീരീഡ് ദാറ്റ് ടൈറ്റിൽ വാസ് ഗിവൺ ടു ഗാന്ധിജി? ഏത് സമയത്താണ്? ഡ്യൂറിംഗ് ദ ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ സമയത്തായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹമാണത്, ചമ്പാരൻ സത്യാഗ്രഹ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരോടും പറയാനുള്ളത്, ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് www.bibimohanan.com ചെന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. കൂടാതെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയൊക്കെ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് പ്രിന്റ് എടുക്കുകയും അങ്ങനെ യൂസ്ഫുൾ ആക്കാവുന്നതാണ്. കൂടാതെ മെറ്റീരിയൽസ് ഓരോ
സബ്ജക്റ്റ് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നോട്ട്സ് PDF ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലോഗ് വിസിറ്റ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താഴെ എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഈ മൈ നോട്ട്ബുക്ക് എന്ന ഈ ചാനലിൻ്റെയും EEE എന്ന ചാനലിൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ പ്ലേലിസ്റ്റുകളും തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാം വൈസും ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് വേണ്ട വീഡിയോകൾ കാണാവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഓരോ എക്സാമിനുള്ള സജഷൻസ് ഓഫ് ബുക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സജഷൻസിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്